ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു Minuzworld. ഇന്ന് നമ്മുടെ നാട്ടിലേക്കുള്ള ഷോപ്പിങ്ങിൻ്റെ രണ്ടാം ദിവസമാണ്. ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് അൻസാർ ഗാലറിയിലേക്കാണ് കേട്ടോ. ഇവിടെ ഖത്തറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് മോളായ അൻസാർ ഗാലറിയിലാണ് ഇന്ന് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ വീഡിയോസാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു മാളിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 കിലോമീറ്ററോളം ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് കേട്ടോ. അതിലിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു 2-3 സെക്ഷനിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആ ഒരു വീഡിയോസ് നമുക്ക് കാണാം. ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് ഞാൻ നാട്ടിൽ പോണത് പ്രമാണിച്ച് വാങ്ങുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് കിട്ടുക നമുക്ക് എത്ര എടുത്താലും മതിയാവില്ല, അതാണ് സത്യം. ഇന്നലത്തെ പോലെ തന്നെ നമ്മൾ ആ മുത്തുമാലകൾക്കിടയിലൂടെ തന്നെയാണ് ഇന്നത്തെ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ആ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണിത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തിലോട്ട് ഇങ്ങനെ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ശരിക്കും സെൻട്രലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അതിന് തൊട്ടടുത്ത ഡോറിലൂടെ ഇങ്ങനെ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണാൻ പറ്റുന്ന കാഴ്ചകളാണിത്. ഓരോ ഓർണമെൻറ്റ്സ് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഫാൻസി ഐറ്റംസ്. നല്ല രസമാണ് കാണാൻ. നമുക്ക് കാണുമ്പോൾ തന്നെ ഇങ്ങനെ അട്രാക്റ്റീവായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടേ നമുക്ക് എപ്പോഴും ഇങ്ങനെ എടുക്കാൻ തോന്നും കേട്ടോ. അത്ര രസത്തിലാണ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഈ കുട്ടികൾക്കൊക്കെ നല്ല രസമാണല്ലോ, ഈ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെയൊക്കെ മാലകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. പിന്നെ തൊട്ടടുത്ത് തന്നെ ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ നമ്മളുടെ പിന്നുകളും അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ വരുമ്പോഴാണ് ശരിക്കും പിന്നുകളൊക്കെ കിട്ടാറുള്ളത്. കാരണം ലുലുലൊന്നും എനിക്ക് എപ്പോഴും ഇങ്ങനെ പല കളേഴ്സുള്ളതൊക്കെയാണ് അവിടെ ഉണ്ടാവാറുള്ളത്. പിന്നെ മേക്കപ്പ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഓരോന്നിങ്ങനെ എടുത്ത് നോക്കി നല്ല രസമാണല്ലോ ഇങ്ങനെ കാണുമ്പോൾ. ഇത് അത്ര ബ്രാൻഡഡ് ഐറ്റംസ് ഒന്നല്ല കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട് തൊട്ടപ്പുറത്ത്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ നല്ല രസമായി തോന്നി. അപ്പോൾ ഓരോന്നിങ്ങനെ എടുത്ത് നോക്കി, വെറുതെ ഇങ്ങനെ തുറന്ന് നോക്കി എടുത്ത് നോക്കി. കാരണം ഭയങ്കര കളറല്ലേ, അപ്പം അത് കണ്ടപ്പോൾ നല്ല രസമായി തോന്നി. അപ്പോൾ ഓരോന്നിങ്ങനെ എടുക്കുന്നു, തുറക്കുന്നു, നോക്കുന്നു, വെക്കുന്നു. അതായിരുന്നു പരിപാടി. ഈ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇങ്ങനെ തന്നെയാണല്ലോ. നമ്മളൊന്നും എടുത്തിട്ടില്ലെങ്കിലും പക്ഷെ എല്ലാം ഒന്നിങ്ങനെ എടുത്ത് നോക്കി അതിൻ്റെ അവസ്ഥയ്ക്ക് എങ്ങനെയാണ്, ഇതൊക്കെ എന്താണെന്നൊക്കെ അറിയാനൊരു ക്യൂരിയോസിറ്റി ആണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ ബ്രഷുകൾ, ക്യൂടെക്സുകൾ, ഞാൻ ആകെ എടുത്തതാണ് ഈ ഒരു കാജൽ. അത് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വാച്ചുകളാണ് കേട്ടോ. വാച്ചുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് കേട്ടോ. ചെറുതും വലുതും പല മോഡലും. നമുക്ക് കൺഫ്യൂഷനായി പോകും ഏതെടുക്കണം എന്ന് വിചാരിച്ചിട്ട്. അത്രയും കളർഫുള്ളായിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത്. മക്കൾക്കാണെങ്കിലും നമ്മൾക്ക് വലിയവർക്കാണെങ്കിലും എല്ലാം ഭയങ്കര കളർഫുള്ളായതും അതുപോലെ തന്നെ ചെയിൻ ടൈപ്പോ അങ്ങനെ ഏത് മോഡൽ വേണമെങ്കിലും അവിടെ ഉണ്ട്. ഇപ്പോൾ ഹാദി സെലക്ട് ചെയ്തിട്ട് ബ്ലൂ കളറായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കത്തും. അപ്പം അവർക്ക് അതന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നതിൻ്റെ ഫാൻറ്റത്തിൻ്റെ ഒരു ഇതായിരുന്നു. ഷാമോന് ഇതായി ഒരു ഫ്ലൈ കാർ ഉണ്ടല്ലോ, അതിൻ്റെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു സ്റ്റാറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ മൂവ് ചെയ്യുകയും ചെയ്യും. ഇതിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് വാച്ച് വരിക, പുറത്ത് ലൈറ്റ് കത്തുകയും ചെയ്യും. ഇത് അൻസാർ ഗാലറിയിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഈ വാച്ച് കണ്ടിട്ടുള്ളത്. എപ്പോഴും നമ്മൾ നാട്ടിൽ പോണ സമയത്ത് എടുക്കാറുണ്ട്. ഒരുപാട് വാച്ചുകൾ കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ് കേട്ടോ, ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതിൽ. പിന്നെ ഏതായാലും ഏകദേശം നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്തു. ഇനി അടുത്തതായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് ബാഗുകളായിരുന്നു. എൻ്റെ കയ്യിൽ ബാഗ് ഉണ്ട്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് എടുത്ത് നോക്കി. ഈ ഒരു ടൈപ്പ് നമുക്ക് ഈസി ആണല്ലോ യൂസ് ചെയ്യാനും, പുറത്തിങ്ങനെ ഇട്ടാലും മതി, നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാമല്ലോ. പക്ഷേ അത് ഞാൻ വിചാരിച്ചത്ര സൈസിലുണ്ടായിരുന്നില്ല, ചെറുതായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ 2 മക്കളുള്ളത് കൊണ്ട് അവരുടെ ഡ്രസ്സും പിന്നെ അവരുടെ ഫുഡും എല്ലാം കൂടെ വെക്കാനുള്ള സ്പേസ് അതിനകത്ത് ഉണ്ടാവില്ല.
അപ്പം പിന്നെ ഞാൻ എടുത്തൊന്നുമില്ല, പക്ഷെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു സാധനമാണല്ലോ ഗൾഫുകാരുടെ സോപ്പ്. അങ്ങനെ നമ്മൾ സോപ്പ് എടുക്കാൻ തുടങ്ങി. മിക്സ് ആയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാനും ഇപ്പോൾ ഒരേപോലത്തെ തന്നെ എടുക്കുമ്പോൾ നമുക്ക് മടുപ്പല്ലേ. അപ്പം അതുകൊണ്ട് മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, എല്ലാവർക്കും കൊടുക്കാനും പിന്നെ അതുപോലെ നമ്മൾ യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഒരു ലെബല്ലോ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ലെബല്ലോ ഞാൻ എപ്പോഴും സ്ട്രോബെറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെറിയുടെ ഫ്ലേവറാണ് കേട്ടോ, അങ്ങനത്തേതാണ് എടുക്കാറുള്ളത്. പിന്നെ പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു, എൻചാംഡർ. എനിക്ക് ഇതിൻ്റെ ഇത് സ്മെല്ല് അധികം പറ്റില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ കൊടുക്കാനൊക്കെ ഇതാണ് എടുക്കാറുള്ളത്. പൊതുവേ ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ, അതിൻ്റെ സ്മെല്ല് എനിക്ക് പറ്റില്ല. പിന്നെ നമ്മൾ ചോക്ലേറ്റ്സ് കുറച്ചെടുത്തു, കാരണം നല്ല ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ, വലിയൊരു ബോൾ ടൈപ്പിലുള്ള ചോക്ലേറ്റ്സ് ഇല്ലേ, അതെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചോക്ലേറ്റ്സിൻ്റെ ഭാഗത്ത് നിന്നപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ എടുക്കാനൊക്കെ, കാരണം അവരുടെ ഫേവറേറ്റ് ഐറ്റംസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ക്രോക്കറി ഐറ്റംസിൻ്റെ സെക്ഷൻക്കാണ് കേട്ടോ, അത് തൊട്ട് മുകളിലെ നിലയിലായിരുന്നു. അവിടേക്ക് കയറിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മളുടെ കൺകുളിർക്കെ കാണാമെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അത് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഐറ്റംസ് ആണല്ലോ ഈ ഒരു പാത്രങ്ങൾ എന്ന് പറയുന്നത്. ഞാനിങ്ങനത്തെ 2-3 എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ നമുക്ക് എപ്പോഴും യൂസായ പാത്രങ്ങളായിരുന്നു. പിന്നെ ഒരുപാട് പാത്രങ്ങൾ കണ്ടു, അപ്പോൾ നമ്മൾ കുറച്ചെണ്ണം എടുത്തു കേട്ടോ. കാരണം വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കാനും അതുപോലെ തന്നെ നമ്മൾ പുറത്ത് യൂസ് ചെയ്യാനും ഇങ്ങനത്തെ ഓരോ കൊട്ടകൾ നല്ല രസത്തിൽ തന്നെ ഓരോ ഷേപ്സിലും കളറിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്ന് കാണുമ്പോഴും നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടോ. ഇത് കണ്ടോ, ഇത് കുറച്ച് ഒരു വുഡിൻ്റെയൊക്കെ ഒരു ഡിസൈനിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കുറേ സെറ്റുകൾ, കാരണം പ്ലേറ്റ്, അതുപോലെ ബൗൾസ്, ചെറിയ ബൗള്, വലിയ ബൗള്, പിന്നെ സ്ക്വയർ ടൈപ്പിൽ, അങ്ങനെ പല മോഡലിലും ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു ജഗ്ഗുകൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് നമ്മൾ 2 സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ജഗ്ഗുകളൊക്കെ ചെറുത് നമുക്ക് എപ്പോഴും ഒരു ഇതാണല്ലോ കാണുമ്പോൾ തന്നെ. ഈ പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഞാൻ അങ്ങനെയാണ് സെലക്ട് ചെയ്യാറ്, വലുതിനെക്കാട്ടിലും കുറച്ചും കൂടി പ്രിഫറൻസ് കൊടുക്കുക ചെറിയ ഐറ്റംസിനാണ്. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് നമ്മളെ ബേക്കിംഗ് ടൂൾസ് ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാതും ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കളർഫുള്ളായിട്ട് നല്ല വെറൈറ്റിയിലായിട്ട് ഓരോ സൈസിലുള്ള പാത്രങ്ങളും നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് നമ്മളുടെ നോൺ സ്റ്റിക്ക് ഐറ്റംസ് വെച്ചിട്ടുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേക്കും ഒരു സെറ്റ് മൊത്തത്തിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സെറ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ, പക്ഷേ ആ സെറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഉരുളിയൊക്കെ കാണുമ്പോൾ തന്നെ രസമാണ് കേട്ടോ. ഇത് മരത്തിൻ്റെയും ഉണ്ട്, അതുപോലെ തന്നെ മെറ്റലിൻ്റെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അപൂർവമായിട്ട് കാണാൻ പറ്റിയതാണ് കേട്ടോ ഈ ഒരു സംഭവങ്ങൾ. ഇത് നല്ല രസത്തിൽ ഇങ്ങനെ ഒരു ടേബിൾ സെറ്റുകളാണ് ഓരോ വിധത്തിലും വെച്ചിട്ടുള്ളത്. ഇതൊന്നും നമ്മളൊന്നും യൂസ് ചെയ്യാറില്ല, അറബ്സിൻ്റെ വീട്ടിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഗോൾഡൻ കളറിലും അതുപോലെ സിൽവർ കളറിലുമാണ് ഇതൊരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതും. അങ്ങനത്തെ ഐറ്റംസിലാണ് ഇതിവിടെ നിർമ്മിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. അധികം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ ഒരു മോഡൽ തന്നെയായിരുന്നു കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ പാത്രങ്ങളൊക്കെ ഗ്ലാസ് ടൈപ്പാണ്, തൊട്ട് കഴിഞ്ഞാൽ പൊട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെല്ലെ ഇങ്ങനെ നോക്കി, മെല്ലെ അടുത്ത് നിന്ന് മെല്ലെ ജസ്റ്റ് ആ ഒരു ഭംഗി കണ്ടിട്ട് നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. അപ്പോൾ അധികം മക്കളെയൊന്നും അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത് പില്ലോ ആണ്. ഈ പില്ലോനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഇത് നമ്മൾ ജസ്റ്റ് പൊട്ടിച്ചിട്ട് ഓപ്പൺ ആക്കുമ്പോഴേക്കും ഇത് ഓട്ടോമാറ്റിക്കലി പൊങ്ങി വരും, നമ്മളിങ്ങനെ വീർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പില്ലോ കേസസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിവിടെ സെപ്പറേറ്റ് കിട്ടുന്നതാണ് കേട്ടോ പില്ലോ കേസസ്. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലേക്കൊക്കെ മാച്ച് ചെയ്തിട്ടുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതുപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ലൈറ്റ് കളേഴ്സാണ് നമുക്ക് വേണ്ടിയിരുന്നത്, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഷെയ്ഡിങ്ങാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഇവിടെ തമ്മിൽ അടിയൊക്കെ തുടങ്ങി. പിന്നെ ഈ ഒരു സ്മൈലി കണ്ടപ്പോഴേ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവർക്ക്. ഓരോന്ന് എടുത്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടുത്തൊക്കെ ആയിരുന്നു. അങ്ങോട്ട് ഇടുന്നു ഇങ്ങോട്ട് ഇടുന്നു, ഒരാൾ മറ്റേത് എടുക്കുന്നു, അപ്പോൾ മറ്റേക്ക് അത് വേണം, അങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് മക്കൾക്ക് കൂളിംഗ് ഗ്ലാസ് ആണ്. അപ്പോൾ ഷാമോന് വേണമെന്ന് പറഞ്ഞു, ഹാദിക്കും വേണമെന്ന് പറഞ്ഞു. വെറുതെ ഉപയോഗിക്കാനല്ലെങ്കിലും വെറുതെ രസത്തിന് വേണ്ടി വാങ്ങുന്നതാണ് കേട്ടോ, അതൊന്നും ഉപയോഗിക്കുന്നില്ല. ഓ എന്താ പോസ്!
ഇനി നമുക്ക് ഷാമോന് വെച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് അടുത്തത് ഷാമോന് വെച്ച് നോക്കിയിട്ടാ. ഷാമോനെ അവൻ എടുക്കൂലെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അയ്യോ സൂപ്പറായിട്ടുണ്ടല്ലോ. എന്താ ചിരി, എപ്പോഴും അവന് പ്രത്യേക ഒരു ചിരിയാണ്. രണ്ടെണ്ണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് പോരാഞ്ഞിട്ട്. ട്രോളിന്ന് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ട്രോളി ഇങ്ങനെ ഹൈറ്റിലായതുകൊണ്ട് ഓനെ അതിൽ കയറി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഓരോന്നും ഇങ്ങനെ കയ്യിൽ കാണുന്നതൊക്കെ എടുത്തു. അപ്പോഴേക്കും രണ്ടെണ്ണം എടുത്തു ഹാദി. പിന്നെ നമ്മൾ ഡ്രസ് മെറ്റീരിയൽസ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഇവർക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റുന്ന നമ്മളുടെ ട്രാക്ക് സ്യൂട്ട്സും അതുപോലെ ട്രൗസേഴ്സും ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇവർ പൊതുവേ തടി കുറഞ്ഞ ആൾക്കാരായതുകൊണ്ട് കുറച്ച് സൈസിന് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവർക്ക് സൈസ് എങ്ങനെയാലും ചെറുതാണ്, സ്മോൾ ടൈപ്പാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ ഉള്ളതൊക്കെ വലുതായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് പണി പെട്ടിട്ടുണ്ടായിരുന്നു തിരയാൻ വേണ്ടിയിട്ട്. ഓരോന്ന് എടുക്കുമ്പോഴും ഇങ്ങനെ സൈസ് നോക്കിയിട്ടേ ഓരോന്ന് നോക്കിയിട്ടും അതിൻ്റെ ഇടയിൽ നിന്ന് 1-2 സ്മോളും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് കേട്ടോ ഏറ്റവും സമയം പോയിട്ടുണ്ടായിരുന്നത് ഈ ഡ്രസ്സ് ഇവർക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷോപ്പിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ടൈം ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്കത് മനസ്സിലാവത്തേ ഇല്ല. കാരണം അതിൻ്റെ ഉള്ളിലൊരു ജനാലയോ അതുപോലെ തന്നെ ടൈമോ ക്ലോക്കോ ഒന്നും ഉണ്ടാവില്ലല്ലോ. പൊതുവേ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലൊന്നും അങ്ങനത്തെ ഒരു സംഭവം കാണാറേ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈമും അറിയാൻ പറ്റില്ല. ഇത് ഇപ്പോൾ കുറച്ച് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴേക്കും. മക്കളിപ്പോൾ എടുത്തെടുത്ത് കുഴങ്ങി അവസാനം ഷാമോനൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുവരെയൊക്കെ ഓടി കളിക്കുകയായിരുന്നു. ഇപ്പം ഈ ഒരു ഐറ്റംസ് ആയതുകൊണ്ട് ഇവർക്ക് ബന്ധമില്ലാത്തൊരു ഐറ്റംസ് ആണല്ലോ, ഇൻട്രസ്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെ വേഗം ട്രോളി കയറിയിട്ട് അവിടെ ഇവിടെ ഉള്ളതൊക്കെ തോണ്ടുകയായിരുന്നു പരിപാടി. പിന്നെ ഷർട്ട്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ മാക്സിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ടപ്പോൾ ഒരു 2 എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് 2-3 കൂടെ ഇവിടെ നിന്നും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സെലക്ഷനായിട്ട് തോന്നി. ഈ ഒരു കളർ കണ്ടപ്പോഴേ എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ മെറൂണ്. ഫേവറേറ്റ് കളറും ബ്ലാക്കാണ്. പക്ഷേ എന്നാലും മെറൂൺ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്തു. അപ്പോഴേക്കും ഇവർ ട്രോളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ ഭയങ്കര കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര ഫുട്ബോൾ മാച്ച് നടക്കുകയായിരുന്നു കേട്ടോ. രണ്ടാളും നല്ല കളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് അപ്പോൾ കുറച്ച് ബോറടിക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. മോളിൻ്റെ ഉള്ളത്തിൽ നിന്നിങ്ങനെ ഡിസ്പ്ലേ വെച്ചതുകൊണ്ടേ. ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ടോയ്സാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് നല്ല ആ ഒരു ബോറടിയൊക്കെ ഒന്ന് മാറിക്കിട്ടി. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഞാനൊരു ഷോള് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ അധികം നമുക്ക് ഈ ഒരു ഷിഫോൺ ടൈപ്പ് ഷോള് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയാണ്. അതൊന്ന് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു ബാഗ് അവിടെ ഇരിക്കണത് കണ്ടു. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്തിട്ടോ ഞാൻ, ചെറിയൊരു ബാഗ്. പിന്നെ ഷാമോനൊക്കെ ഒരു ചെരുപ്പ്, ആ പോണ വഴിയിൽ തന്നെയാണ് ചെരുപ്പ് കണ്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ പുറത്തിടാൻ വേണ്ടിയിട്ട് സാധാരണ സ്ലിപ്പേഴ്സ്. അപ്പോൾ സ്ലിപ്പർ നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഈ ഒരു ടൈപ്പ് കണ്ടത്. അപ്പോൾ ഭയങ്കര കളർഫുള്ളായിരുന്നു. മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച്, റോസ്, അങ്ങനെ പല കളേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവസാനം 2 സെലക്ട് ചെയ്തു. എന്നിട്ട് അതിട്ടിട്ടുള്ള നടത്താണ്. അതിൻ്റെ ഒരു സെൻറ്ററിലുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ, കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഷൂസ് കണ്ടോ നിങ്ങൾ? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈഡലാണ് കേട്ടോ. ബ്രൈഡൽ ഷൂസാണ്. ഇതിൻ്റെ ഹീൽസൊക്കെ നല്ല രസമുണ്ടല്ലോ, നല്ല ഹൈറ്റും ഉണ്ട്. ഇതൊരു വൈറ്റ് ഫ്രോക്കിലേക്ക് വരുന്ന ഇത് കണ്ടോ, ഈ ഒരു ഫ്രോക്കിലേക്ക് വരുന്ന ഷൂസുകളാണ് ഈ ഒരു തൊട്ടപ്പുറത്ത് തന്നെ വെച്ചിട്ടുള്ളത്. ഈ ഒരു ഡ്രസ്സും വെഡ്ഡിങ് ഡ്രസ്സും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തും ഇതിൻ്റെ ഷൂസുകളും അതുപോലെ തന്നെ അതിൻ്റെ അക്സസറീസും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഷോള് കിട്ടി. അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ തന്നെ ഷോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈപ്പാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് കിട്ടി, പക്ഷെ നല്ല കോസ്റ്റ്ലി ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരിടത്തുനിന്ന് ഷൂവും കൂടെ സെലക്ട് ചെയ്തു. മക്കളുടെ ചെരുപ്പൊക്കെ എടുത്തില്ലേ, ആ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ നല്ലോണം ടയേർഡായിട്ടോ. അപ്പോൾ മക്കൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ജ്യൂസൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. സമയം ഇപ്പോൾ 10-12 മണിയായി. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ
ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യണം തോന്നുകയാണെങ്കിൽ ഷെയർ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും.